ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ ചാനൽ. ഞാനിപ്പം ഒരു ആർട്ട് വ്ളോഗ് പോലെ എടുക്കാൻ പോവാണ്. ഒത്തിരി നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു വ്ളോഗ് ചെയ്യണം. അപ്പം എനിക്കങ്ങനെ എന്ത് ടോപ്പിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഞാൻ ഈ ആർട്ട് കുറച്ച് ഡേയ്സായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്ത ഡ്രോയിങ് സ്കെച്ചസ് ആണ്. അപ്പോൾ ഇനി അടുത്തൊരു ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയായിരിക്കും ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു ഡ്രോയിങ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു ഡ്രോയിങ് ക്ലാസ്സിൽ പ്രാക്ടീസ് സെക്ഷനാണ്. പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പട്ടികയെ വരയ്ക്കാൻ പോവാണ്. ഇത് ഒരു ചലഞ്ച് പോലെയാണ്. ഈ ഒരു ഡ്രോയിങ് നമുക്ക് 30 മിനിറ്റ്സ് കൊണ്ട് വരയ്ക്കണം. 30 മിനിറ്റ്സ് കൊണ്ട് പറ്റുന്ന അത്രയും ഡീറ്റെയിൽസ് വെച്ച് വരയ്ക്കാനുള്ളതാണ് ചലഞ്ച്. അപ്പോൾ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ബാക്കി ഡ്രോയിങ് ചെയ്യുന്ന വീഡിയോ ഇപ്പം ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.
ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ഡ്രോയിങ് ആയതുകൊണ്ട് അത് ആ ഒരു ഒറിജിനൽ പിക്ചറുമായിട്ട് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം 30 മിനിറ്റ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ ഈ ഒരു പ്രാക്ടീസ് സെക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒറിജിനൽ ഡ്രോയിങ്. ഒറിജിനലും എൻ്റെ ഡ്രോയിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഏകദേശം ഒരു ഷേപ്പ് ഒത്തു വന്നെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ആ ചെവിയുടെ ഭാഗമൊക്കെ കുറേ കൂടെ ഒന്ന് കറക്റ്റ് ആവാനുണ്ടെന്ന് തോന്നുന്നു. എനിവേയ്സ്, നിങ്ങളും ഇങ്ങനെ ഒരു ചലഞ്ച് ട്രൈ ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാവും മാക്സിമം നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ പവർ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.